തറാവീഹ് പള്ളിയിൽ നിന്ന് നിസ്കരിക്കുക, പക്ഷെ ഏറ്റവും അഫ്ളൽ വീട്ടിൽ നിന്ന് നിസ്കരിക്കലാണ് എന്ന് ഒറ്റപ്പെട്ടതാണെങ്കിലും അത്തരം ചില അഭിപ്രായക്കാരുണ്ട്. അത്തരം ആളുകൾക്ക് പള്ളിയിലെ തറാവീഹ് നമസ്കാരത്തോട് ഇതെന്താണ്, ഇത് ആർക്കും നിർവഹിച്ചൂടെ, ഈ സമയത്തല്ല നിർവഹിക്കേണ്ടത്, ഇത് തഹജ്ജുദിന്റെ സമയത്തൊക്കെ എഴുന്നേറ്റ് എന്നിട്ട് നിർവഹിക്കേണ്ടതാണ് എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ തറാവീഹ് നമസ്കാരം പള്ളിയിൽ വെച്ചാണോ വീട്ടിൽ വെച്ചാണോ, ഒറ്റക്ക് നിർവഹിക്കലാണോ ജമാഅത്തായിട്ട് നിർവഹിക്കലാണോ, ഏതാണ് അഫ്ളൽ? ആ വിഷയത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ആദ്യം പറഞ്ഞു വെക്കേണ്ടതുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇബാദത്ത് എന്ന് പറയുന്നത് അതിന്റെ അസ്ല് തന്നെ മൻആൻ എന്ന് പറഞ്ഞാൽ തൗഖീഫിയാണ് എന്ന് പറയാം. ഇബാദത്ത് ഏത് ആരാധനയാണെങ്കിലും ചെയ്യാൻ പാടില്ല എന്നാണ് അതിന്റെ അസ്ല്. ഏതൊഴിച്ച് അള്ളാഹുവും റസൂലും അനുവദിച്ചതൊഴിച്ച് വേറൊന്നും ചെയ്യാൻ പാടില്ല. കാരണം ഇബാദത്ത് അള്ളാഹുവിനുള്ള ആരാധനയാണ്. ആ ഇബാദത്ത് എങ്ങനെ വേണമെന്നും എപ്പോ വേണമെന്നും നിശ്ചയിക്കാനുള്ള അധികാരവും അള്ളാഹുവിന് മാത്രമാണ്. വേറൊരാൾക്ക് അതിൽ അവകാശം പറയാൻ, വേറൊരാൾക്കൊരു അഭിപ്രായം തന്നെ പറയാൻ പാടില്ല അതിനകത്ത്. അപ്പൊ ഇബാദത്ത് അങ്ങനെയാണ്. അതേസമയത്ത് മുആമലാത്ത് അങ്ങനല്ല. വസ്ത്രം ഏത് ഉടുക്കണം, ഏത് വസ്ത്രവും ഉടുക്കാം, അനുവദനീയാണ്. ഇല്ലാ മാ ഹറമല്ലാഹു വ റസൂലുഹു, അള്ളാഹും റസൂലും ഹറാമാക്കിയതൊഴിച്ച്. എന്തൊക്കെ തിന്നാം, എന്തും തിന്നാം, അനുവദനീയാണ്. ഇല്ലാ മാ ഹറമല്ലാഹു വ റസൂലുഹു. ഇതാണ് മുആമലാത്തുകളിൽ നമ്മൾ കാണുന്ന അടിസ്ഥാനം. എന്നാൽ ഇബാദത്ത് അങ്ങനല്ല, ഒന്നും ചെയ്യാൻ പാടില്ല അള്ളാഹു അനുവദിച്ചതല്ലാതെ. ഇത് അസ്ലിയായി പഠിച്ചു വെക്കേണ്ടതാണ്. എന്നിട്ട് നമ്മൾ റമദാൻ എന്നല്ല ഏത് ഇബാദത്തിലേക്ക് കടന്നാലും അഫ്ളൽ ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം ഒന്നേ ഉണ്ടാവുള്ളൂ. അതെന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഒരു അഫ്ളലേ ഉണ്ടാവില്ല. കാരണം റസൂലുള്ളാഹിന്റെ വാക്ക് വളരെ ഗൗരവമാണ്. അന അഖ്ശാക്കും ലില്ലാഹി വ അത്ഖാക്കും ലില്ലാഹ്. ഞാനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹിനെ ഏറ്റവും ഭയപ്പെടുന്നയാള്, അള്ളാഹിനെ സൂക്ഷിക്കുന്നയാൾ, ഏറ്റവും ഉയർന്നയാള് ഞാനാണ്. എന്റെ തഖ്വയുടെ അപ്പുറത്ത് തഖ്വയുള്ള ഒരാളും ഉണ്ടാവില്ല, എന്നേക്കാൾ ഫളൽ കൂടിയ ഒരാളും ഉണ്ടാവില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചെയ്ത എന്താണോ അതാണ് ഫളൽ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോളൂ, ഒരു കാര്യം കൂടെ ഞാൻ പറയാം. തറാവീഹ് നിസ്കാരം എന്ന് പറയുന്നത് പരിശുദ്ധ റമളാനിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചെയ്തു കാണിച്ചു തന്ന ഒരു ഇബാദത്ത് തന്നെയാണ്. തറാവീഹ് നിസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രണ്ട് രൂപങ്ങളുണ്ട്. ഒന്ന്, അവിടുന്ന് വീട്ടിലാണ് ഭൂരിപക്ഷവും നിർവഹിച്ചത്. വീട്ടിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്. അതേസമയത്ത് 3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ജമാഅത്തായി നിർവഹിക്കാൻ വന്നു. ആ ജമാഅത്ത് നിർത്താനുള്ള കാരണം ജമാഅത്തിനേക്കാൾ ശ്രേഷ്ഠം വീട്ടിൽ നിസ്കരിക്കലാണ് എന്നതല്ല. അത് നിർത്തിവെക്കാനുള്ള കാരണം റസൂലുള്ള പറഞ്ഞു, ഖശീതു അൻ തുഫറള അലൈക്കും, നിങ്ങളുടെ ഈ ആവേശം ഇത് നിർബന്ധമാക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്നുള്ളതാണ്. ആ ഖശിയത്ത് ഇല്ലാതായപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് വീണ്ടും എന്ത് ചെയ്തു? ജമാഅത്താക്കി നിർവഹിച്ചു. നാട്ടിലെ ഭൂരിപക്ഷ ആളുകളും അതാണ് ഈ ഉമ്മത്തിലെ ആമ്മന്റെയും സ്വഭാവം, ജമാഅത്തായി പള്ളിയിൽ നിർവഹിക്കലാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതും അവിടുന്ന് നമ്മളോട് പറഞ്ഞ വാചകവും വെച്ച് നോക്കുമ്പോൾ, സ്വഹാബത്ത് പിന്നീട് നമുക്ക് കാണിച്ചു തന്നതും മനസ്സിലാക്കുമ്പോൾ ഏറ്റവും നല്ലത് പള്ളിയിൽ ജമാഅത്തായി നിർവഹിക്കലാണ്. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പള്ളിയിലെ ജമാഅത്ത് കുറച്ച് സമയമേ ഉണ്ടാവുന്നുള്ളൂ, എനിക്ക് കുറച്ച് കൂടുതൽ നേരം ഓതി നിസ്കരിക്കണം, അതുകൊണ്ട് ഞാൻ ഒറ്റക്ക് നിസ്കരിച്ചോളാം എന്നൊരാൾ തീരുമാനിച്ചാൽ അതിൽ കുറ്റം പറയാൻ കഴിയില്ല. അത് അയാൾ ചെയ്തോട്ടെ എന്ന് പറയാം. പക്ഷെ അപ്പോഴും അയാൾ അഫ്ളലിയത്തിനെതിരെ ചെയ്തു എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നബിതങ്ങളുടെ ഫിഅൽ ഇവിടെ ഉള്ളപ്പോൾ അതിനേക്കാളും വലുത് വേറൊന്നും ആഗ്രഹിക്കരുത്. ഇത് തറാവീഹിനെ പലപ്പോഴും ആളുകൾ ഈ തറാവീഹ് നിസ്കാരം 8 റക്അത്ത് നിസ്കരിച്ചിട്ട് 3 റക്അത്ത് വീട്ടിൽ പോയി നിസ്കരിക്കുന്ന ആളുകളുണ്ട്. തഹജ്ജുദിന് എഴുന്നേറ്റ് നിസ്കരിക്കാന്ന രൂപത്തില്. യഥാർത്ഥത്തില് അയാൾ ചെയ്യുന്നതും വലിയ അബദ്ധമാണ്. എന്താണ് അബദ്ധം എന്ന് ചോദിച്ചാൽ, ഒരാൾ ഇമാമിന്റെ കൂടെ പള്ളിയിൽ ജമാഅത്ത് പൂർത്തിയാക്കണം,
പൂർത്തിയാക്കുക എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗല്. ഇമാമ് പൂർത്തിയാക്കുന്നത് വരെ ഒരാൾ ഇമാമിൽ നിന്ന് പിരിയാതിരുന്നാൽ രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലം അയാൾക്ക് കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ച്, അയാൾക്ക് രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു. എന്തിനാ ഇപ്പൊ ഇയാള് 8 മുറിച്ച് വാലും കൊണ്ട് ഓടിയത്? എന്തിനാ? ഞാൻ രാത്രി ഫുള്ളായിട്ട് നിസ്കരിക്കുന്നു എന്നുള്ള ആ ഒരു പ്രത്യേകതയും തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്നുള്ള പ്രത്യേകതയും കിട്ടണം എന്നല്ലേ? യഥാർത്ഥത്തിൽ ഈ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച പ്രതിഫലം അയാൾ നഷ്ടപ്പെടുത്തിയത്. അപ്പൊ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടുന്ന പണി ഇബാദത്താണെങ്കിൽ അവിടെ ഒരു സുന്നത്തുണ്ട്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. ഏതു നിസ്കാരമാണെങ്കിലും അത് നബി തങ്ങൾ കാണിച്ചു തന്നതല്ലാത്തത് എത്ര ആലിം പറഞ്ഞാലും, എത്ര ആളുകൾ ഏകോപിച്ചെന്ന് പറഞ്ഞാലും, ഈ ലോകം മൊത്തം ഒരുമിച്ച് കൂടി എന്ന് പറഞ്ഞാലും അതിനൊന്നിനും യാതൊരു സ്ഥാനം ഉണ്ടാവില്ല. അഫ്ളൽ അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനത്തിനാണ്. എന്തുകൊണ്ട് ജമാഅത്ത് നബി തങ്ങൾ വന്നില്ല എന്നതാണ് പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അത് ആ വാചകാണ്, ഖശീതു അൻ തുഫ്റള അലൈക്കും. ആ ഖശിയത്ത് ഇല്ലാതായപ്പോ വീണ്ടും എന്ത് ചെയ്തു? പള്ളിയിലേക്ക് അത് ജമാഅത്തായി വരികയും ചെയ്തിട്ടുണ്ട്.